بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبه قال الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه. حدثنا الحميدي قال حدثنا سفيان قال حدثني إسماعيل بن أبي خالد على غير ما حدثناه الزهري قال سمعت قيس بن أبي حازم قال سمعت عبد الله بن مسعود رضي الله عنه وعنهم أنه قال النبي صلى الله عليه وسلم لا حسد إلا في اثنتين رجل آتاه الله مالا فسلط على هلكته في الحق ورجل آتاه الله الحكمة فهو يقضي بها ويعلمها. ബഹുമാന്യരെ, ഈ ഹദീസിൻ്റെ സനദ് ബാബ് ചെറിയ ഒരു വ്യാഖ്യാനം നാം മുമ്പ് നടത്തിയതാണ്. അതിൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ അനുഗ്രഹം, ആ അനുഗ്രഹം അവനിക്ക് നീങ്ങിപ്പോവാതെ അവനിൽ അതും അതിൽ കൂടുതലും ഉണ്ടാവാൻ ആഗ്രഹിക്കലോട് കൂടെ തനിക്കും അതുപോലെയുള്ള അനുഗ്രഹം ഉണ്ടാവലിനെ ആഗ്രഹിക്കലിനേക്കാണ് ഇബ്തത്ത് എന്ന് പറയുന്നത്. അതാണ് ഇഖ്തിബാത്ത്. അത് രണ്ട് വിഷയത്തിലേ ഉള്ളൂ എന്നാണ് ഈ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ പറ്റിയുള്ള ശർഈയായ ഉലൂമു മഅരിഫത്തുകൾ നൽകപ്പെട്ട ഒരാൾ, അദ്ദേഹം അതനുസരിച്ച് അമൽ ചെയ്യുന്നു, അതുകൊണ്ട് ജനങ്ങളുടെ അടുക്കൽ അത് പ്രചരിപ്പിക്കുന്നു, ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുന്നു, അദ്ദേഹത്തെ പോലെ ആവാൻ വേണ്ടി ആഗ്രഹിക്കുക. രണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഹലാലായ സമ്പാദ്യം ധാരാളം നൽകി, അതിനെ മുഴുവൻ അല്ലാഹുവിൻ്റെ പ്രീതിയിലായി ചെലവഴിക്കുക. ഫസുല്ലിത അലാ ഹലകതിഹി, അതിനെ മുഴുവൻ ഇല്ലാതെയാക്കുക, അതാണ് ഹലാക്കാക്കുക. അതിൻ്റെ മേൽ ഇവനെ ഏൽപ്പിക്കപ്പെട്ടു, അവൻ അത് ഒന്നും തന്നെ അവനിക്ക് വേണ്ടി എടുത്തു വെക്കുന്നില്ല, എല്ലാം ആവശ്യമുള്ളോടത്ത് വേണ്ടതുപോലെ ചെലവഴിക്കുന്നു, അവനെപ്പോലെയും ആവാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇത് പറഞ്ഞ ഇതാണ് രണ്ട് വിഷയം. ഇതല്ലാത്ത മറ്റു വിഷയത്തിൽ ഇന്ന് നമ്മുടെ ജനങ്ങൾ, മുസ്ലിമീങ്ങളാണെങ്കിലും അല്ലാത്തവരും, പണം ലഭിക്കുന്ന എന്ത് പ്രത്യേകത ആർക്കുണ്ടോ അവരെപ്പോലെ ആകാൻ വേണ്ടി മത്സരം കാട്ടുന്ന ഒരു യുഗത്തിലാണ് നാം ഉള്ളത്. ഒരാൾ അസന്മാർഗികമായ ഒരു മാർഗത്തിൽ, ഒരു ജോലിയിൽ ഉയർന്നവനാണെങ്കിൽ, കേളിയുള്ളവനാണെങ്കിൽ അവനെപ്പോലെ ആവാൻ വേണ്ടി ശ്രമിക്കുകയും അവൻ്റെ വേഷം ധരിക്കുകയും അവൻ്റെ പേര് എഴുതിയ ഡ്രസ്സുകൾ ഇവൻ്റെ ശരീരത്തിൽ ധരിക്കുന്നു. അതിൽ ഏറ്റവും വലിയ ചെയ്യുന്ന തമ്മാടിത്തരമാണ്, ദുൽമാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ ഫോട്ടോ വെച്ച് അവരുടെ പേരെഴുതി നിസ്കാരയുടെ കുപ്പായമിട്ട്, ആ പേരെഴുതി കുപ്പായമിട്ടിട്ട് നിസ്കാരത്തിൽ ഒന്നാം സുഫിലോ അതിന് തൊട്ടടുത്ത സുഫിലോ ഒന്ന് നിൽക്കും. ബാക്കിലുള്ള ആളുകൾ മുഴുവനും നിസ്കാരത്തിൽ ഈ ബോർഡ് കണ്ട് വായിക്കണം.
എല്ലാവരെയും ഫിത്നയാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെ, അല്ലെങ്കിൽ ലക്ഷ്യമില്ലെങ്കിലും അവൻ്റെ പൊട്ടത്തരം കാരണം അങ്ങനെ വന്നു വരും മറ്റുള്ളവരെല്ലാം ഈ ഫിത്നയിൽ. വെറുതെ നിസ്കാരത്തിൽ അവരുടെ മനസ്സിലേക്ക് ഈ തമ്മാടിയുടെ ഫോട്ടോ വരും, തമ്മാടിയുടെ പേര് വായിക്കേണ്ടി വരും. അതൊന്നും ഇസ്ലാം അനുവദിച്ചതല്ല. ലാ ഇബ്തത, അവനെപ്പോലെ ആവാനോ അവൻ്റെ അടുത്തെത്താനോ ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെയുള്ള വേഷങ്ങൾ, അങ്ങനെയുള്ള അനുകരണങ്ങൾ ഒരു കാരണവശാലും അനുവദനീയമല്ല. അത് പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഐനി പറയുന്നു, അതുപോലെ തന്നെ ഫത്ഹുൽ ബാരിയിലും അത് 203 വൽ ഹസദു അലാ സലാസതി അദ്റുബിൻ, ഈ മറ്റൊരാളെപ്പോലെ അവനെ ആഗ്രഹിക്കൽ 3 രൂപത്തിലാണുള്ളത്. ഒന്ന് മുഹറമുൻ, ഹറാമാക്കപ്പെട്ടത്, വ മുബാഹുൻ, ഹലാലാക്കപ്പെട്ടത്, വ മഹ്മൂദുൻ, സ്തുതിക്കപ്പെട്ടതും സുന്നത്താക്കപ്പെട്ടതും. ഇങ്ങനെ 3 രീതിയിലുണ്ട്. ഫൽ മുഹറമു തമന്നി സവാലിൻ നിഅമത്തിൽ മഹ്സൂദി അലൈഹാ അൻ സാഹിബിഹാ വന്തിഖാലിഹാ ഇലൽ ഹാസിദി. ഹറാമാക്കപ്പെട്ടത് അതാണ്. മഹ്സൂദ് അലൈഹിൻ്റെ നിഅമത്തുകൾ നീങ്ങിപ്പോവലിന് ആഗ്രഹിക്കലോട് കൂടെ അത് തനിക്കുണ്ടാവലിന് ആഗ്രഹിക്കുക. അത് നമ്മൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു ഒന്നാണ്. അതിൽപ്പെട്ട് തന്നെയാണ് ഇത് രണ്ടുമല്ലാത്ത കാര്യങ്ങൾ. പറയട്ടെ, വമ്മൽ ഖിസ്മാനിൽ അഖീറാനി ഫഇബ്തത്തുൻ, അനിബ്തത്ത് എന്നാ പറയാ. وهو أن يتمنى ما يراه من خير بأحد أن يكون له مثله فإن كانت في أمور الدنيا فمباح. അള്ളാഹു അംഗീകരിച്ച ഹലാലാക്കിയതായ ഒരു കാര്യം ഒരാൾക്കുണ്ടാവുകയും അവനിൽ നിന്ന് അത് നീങ്ങിപ്പോവാതെ സ്വയം ഉണ്ടാവലിനെ ആഗ്രഹിക്കുകയും ചെയ്ത് ദുന്യവിയായ വിഷയത്തിലാണെങ്കിൽ അത് മുബാഹാണ്. ഒരാൾ ഭൗതിക വിഷയത്തിൽ പഠിച്ചു, ശാസ്ത്രജ്ഞനായി, IAS ഉദ്യോഗസ്ഥനായി, എന്നാൽ അവൻ്റെ മാതിരിയാവണം. അല്ലെങ്കിൽ ഒരാൾ മന്ത്രിയായി ശരിക്ക് ഭരിക്കുന്നുണ്ട്. അങ്ങനെ ദുന്യവിയായ വിഷയത്തിൽ ഒരാൾ ഉയർന്നു കണ്ടു, എന്നാൽ അവനെപ്പോലെ ആവണം, എൻ്റെ കുട്ടിയും അതുപോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്നത് നല്ല കാര്യം, മുബാഹാണ്, കുഴപ്പമില്ലാത്ത വിഷയമാണ്. വൈകാനത്ത് മിനത്തൊആതി ഫമഹ്ബൂദ്, അവനിലുള്ള കാര്യങ്ങൾ നീങ്ങിപ്പോവാതെ ഇവനിലേക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് സൽക്കർമ്മങ്ങളിൽപ്പെട്ടതാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ഇൽമുമല്ല മുതലുമല്ല, അതാണെങ്കിൽ വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. ഇൽമുമല്ല അമലുമല്ലാത്ത ഒരാൾ നല്ല ആബിദാണ്, ഒരാൾ നല്ല പ്രാസംഗികനാണ്, ഒരാൾ നല്ല രൂപത്തിലുള്ള ആളാണ്, ഒരാൾ നല്ല ജനങ്ങളിലേക്ക് ഒത്താശ ചെയ്യുന്ന പ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഒരാൾ നല്ല ഡോക്ടറാണ്, അതുപോലെ എന്തൊക്കെ ഉയർന്ന നല്ല നല്ല കാര്യങ്ങളിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലെ ഇവനിക്കും ഉണ്ടാവലിന് ആഗ്രഹിക്കൽ നല്ല കാര്യം തന്നെയാണ്, അനുകരിക്കാം. അതൊന്നുമല്ലാത്ത അള്ളാഹും റസൂലും വെറുത്തതായ കാര്യങ്ങളിൽ അവരെപ്പോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് കടുത്ത ഹറാമാണ്. ഖാലൻ നവവിയ്യു അൽ-അവ്വലു ഹറാമുൻ ബിൽ ഇജ്മാഅ്, മറ്റൊരാൾക്ക് നൽകപ്പെട്ട അനുഗ്രഹം നീങ്ങിപ്പോവലിന് ആഗ്രഹിച്ചു, സ്വന്തമുണ്ടാവലിന് ആഗ്രഹിക്കൽ അത് ഹറാമാണ് ഇജ്മാഅ് കൊണ്ട്. ഇമാം നബി പറഞ്ഞു, വഖാല ബഅദുൽ ഫുളലാ إلا أنعم الله تعالى على أخيك نعمة فكرهتها وأحببت زوالها فهو حرام بكل حال. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തിന്റെ സഹോദരനിക്ക് അനുഗ്രഹം ചെയ്തു. നീ എൻ്റെ മനസ്സിനിക്ക് അവനിക്ക് അനുഗ്രഹം കിട്ടിയപ്പോൾ വല്ലാത്തൊരു വെറുപ്പ് തോന്നി. അത് നീങ്ങിപ്പോവണമെന്ന് നീ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ചിന്തിച്ചാലും അത് ഹറാമാണ്. അതിനാണ് അസൂയ എന്ന് പറയാ. ഇജാ ശ്രദ്ധിക്കണ്ടേ, ഇല്ലാ നിഅമതൻ അസ്വാബഹാ കാഫിറുൻ ഔ ഫാജിറുൻ ഔ മൻ യസ്തഈനു ബിഹാ അലാ ഫിത്നത്തിൻ ഔ ഫസാദ്. ഒരു നിഅമത്ത്, ആ നിഅമത്ത് ലഭിച്ചത് കാഫിറിനിക്കോ തമ്മാടിക്കോ അല്ലെങ്കിൽ അതുകൊണ്ട് ഫിത്നയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഫസാദോ ഉണ്ടാക്കുന്ന ആളുകൾക്കാണ്.
അങ്ങനെ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ അള്ളാഹു തആല അനുഗ്രഹം ചെയ്തു, ആ അനുഗ്രഹം കൊണ്ട് അവൻ അതിക്രമം കാട്ടുകയാണ്. അത് കപാസിക്കാരും വേണ്ടില്ല, അത് ഫാജിറായാലും വേണ്ടിയില്ല, അത് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട മറ്റുള്ളവരായാലും വേണ്ടില്ല. അവൻ്റെ അനുഗ്രഹം മറ്റുള്ളവരെ എതിർക്കാനാണ്. അങ്ങനെയുള്ള അനുഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വൈര്യം കെടുത്താനാണ്. അവനിക്ക് അള്ളാഹു ഒരു വണ്ടി നൽകി, അനുഗ്രഹമാണ്. ആ വണ്ടി കൊണ്ട് അതിൻ്റെ ശബ്ദങ്ങൾ ഉയർത്തി, അതിൻ്റെ സൈനൈസർ ഊരി വച്ച്, എന്നിട്ട് റോട്ടിൽ കൂടെ നട്ടപ്പാതിരാക്ക് വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി അതിന്മേൽ നടക്കുമ്പോൾ അത് നശിച്ചു പോവാൻ വേണ്ടി കരുതുന്നത് ദോഷമല്ല. അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഉപദ്രവമായി അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ പെരുമാറുന്നവർ ആര് തന്നെയാണെങ്കിലും അത് നീങ്ങിപ്പോവണമെന്ന് ആഗ്രഹിക്കാം. വേണമെങ്കിൽ അങ്ങനെയുള്ള അനുഗ്രഹങ്ങളെ എടുത്തു കളയാൻ നിയമ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അത് സ്വീകരിക്കുകയും ചെയ്യാം. അത് അസൂയൻ്റെ ഭാഗമല്ല, അത് ളുൽമിനെ തടുക്കലാണത്. മഹാന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അനുഗ്രഹങ്ങളെ പറ്റിയാണ്. ഇസ്ലാം അനുഗ്രഹമായി എണ്ണിയതിനെ അനുഗ്രഹമായി എണ്ണിയതല്ലാത്ത ഭൗതിക കാര്യങ്ങൾ ഇന്ന് പലതുമുണ്ട്. പല കളിക്കാരുമുണ്ട്, പല സിനിമാ നടന്മാരുമുണ്ട്, പല പാട്ടുകാരുമുണ്ട്, പല കളുടിയന്മാരുമുണ്ട്. അവരോടെല്ലാം ജനപ്രിയരാണ് അവരെന്ന് പറഞ്ഞ് അവരുടെ വേഷം കെട്ടലും അവരുടെ പോലെ ആവാൻ ആഗ്രഹിക്കലും അവരുടെ മാതിരി മുടിവെട്ടലും അവരുടെ വേഷങ്ങൾ ധരിക്കലും അവരുടെ വേൽ ചായം പുരട്ടലുമെല്ലാം അതെല്ലാം കടുത്ത ഹറാമാണ്. ഈ പറഞ്ഞ ഒന്നിനും പെട്ടതല്ലാതെ വളരെ ശ്രദ്ധിച്ച് ജീവിച്ചു പോവേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം കൂടി ഉണർത്തുന്നുണ്ട്. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ നൽകി, ആ ഇൽമ കൊണ്ട് അവൻ പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ഇടയിൽ അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വേറൊരാൾക്ക് അല്ലാഹു തആല ഇൽമും നൽകി, പണവും നൽകി. ഇൽമ കൊണ്ട് വേണ്ടതുപോലെ അമൽ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യലോട് കൂടെ പണം കൊണ്ട് എന്തെല്ലാം നന്മ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്ന ഒരാള്. ഇങ്ങനെയുള്ള ഈ രണ്ടനുഗ്രഹം കൂടി ഒരാൾക്ക് നൽകിയാൽ ആ ഇൽമ ലഭിച്ച ആള് പടച്ചോനെ അദ്ദേഹത്തിൻ്റെ മാതിരി എനിക്കും പണമുണ്ടെങ്കിൽ ഞാനും അതുകൊണ്ട് ധാരാളം നിൻ്റെ ദീനിൻ്റെ മാർഗത്തിൻ്റെ പൊരുത്തത്തിലായി സാധുക്കൾക്ക് ദരിദ്രന്മാർക്ക് അതുപോലെ നന്മകൾ ഞാൻ ചെയ്യുമായിരുന്നല്ലോ, എനിക്കും അവൻ്റെ മാതിരി മുതൽ നൽകണേ എന്ന് ആഗ്രഹിക്കുന്ന ഈ ആലിമും പണമുള്ള ആലിമും രണ്ടാളും തുല്യന്മാരാണ്. ഒരാൾക്ക് മറ്റൊരാളേക്കാൾ പ്രത്യേകതയില്ല. ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅജ്റുഹുമാ സവാ വഅബ്ദുൻ റസഖഹുല്ലാഹു ഇൽമാ വലം യർസുഖഹു മാലാ ഫഹുവ സ്വാദിഖുൻ നിയ്യ. നല്ലോ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഒരു അടിമ, അദ്ദേഹത്തിന് അല്ലാഹു ഇൽമു നൽകി, മുതൽ നൽകിയില്ല. അദ്ദേഹത്തിൻ്റെ നീയത്ത് വളരെ നല്ലതാണ്. യഖൂലു, അദ്ദേഹം പറയും, ലൗ അന്ന ലീ മാലൻ ലഅമിൽതു മിസ്ല മാ യഅമലു ഫുലാൻ ഫഅജ്റുഹുമാ സവാ. ആ പണ്ഡിതൻ, സമ്പത്തുള്ള പണ്ഡിതൻ പണം ചെലവഴിക്കുന്നത് പോലെ ഞാൻ ദീന് ചെലവഴിക്കുന്നതിനും ദീനിനെ പഠിപ്പിച്ചു കൊടുക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുന്നതിൻ്റെ പുറത്ത് അദ്ദേഹം പണം കൊണ്ട് ചെലവഴിക്കുന്നത് പോലെ ഞാനും ചെലവഴിക്കുമായിരുന്നല്ലോ എന്ന് അദ്ദേഹം ആഗ്രഹിച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞാൽ ഫഅജ്റുഹുമാ സവാ. ഈ പണമില്ലാത്ത ആലിമും പണമുള്ള ആലിമും രണ്ടാളുടെയും കൂലി അല്ലാഹുവിന്റെ അടുക്കൽ സമമാണ്. രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പണവും ഇൽമും നൽകി മറ്റുള്ളവർക്ക് ഇബ്ദത്ത് വെക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമ്മളെല്ലാവരെയും അല്ലാഹു എത്തിച്ചു തരട്ടെ. അല്ലെങ്കിൽ അല്ലാഹു ഇൽമു ധാരാളം വർദ്ധിപ്പിച്ചു തന്ന് ആ പണം കൊണ്ട് ചെലവഴിക്കുന്നവരെ പൊരുത്തപ്പെട്ട് അവരുടെ അതേ പദവി നൽകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇന്ന് നാം ജീവിക്കുന്ന ഈ ഒരു യുഗം വല്ലാത്തൊരു യുഗമാണ്.
പരിശുദ്ധ ദീനിനെ പഠിപ്പിക്കാൻ വേണ്ടി, പണ്ഡിതന്മാരെ ഉണ്ടാക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ നിർമ്മിച്ചു. അതിനു വേണ്ടി ജനങ്ങളെ വക്കൽ നിന്ന് പണം പിരിച്ചു. സൗജന്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന നമ്മുടെ പല സ്ഥാപനങ്ങളും അവർ മഹാന്മാരായ ഇമാമീങ്ങളെപ്പോലെ ആവാൻ വേണ്ടിയോ മുസന്നിഫീങ്ങളെപ്പോലെ ആവാൻ വേണ്ടിയോ മുഹദ്ദിസീങ്ങളെപ്പോലെ ആവാൻ വേണ്ടിയോ വസാരി ഇമാമിനെ പോലെ, മഖ്ദൂമിനെ പോലെ, അല്ലെങ്കിൽ ശംസുൽ ഉലമായിയെ പോലെ ഒരു പണ്ഡിതനാക്കാം, അല്ലെങ്കിൽ പണ്ഡിതനാവാം എന്ന് പരസ്യപ്പെടുത്തേണ്ട സ്ഥാനത്ത് ഇന്നെന്താ പരസ്യപ്പെടുത്തുന്നത്? 10, 40, 50 വർഷങ്ങളായി സ്ഥാപനങ്ങൾ തുടങ്ങി. അതിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ 2 പഠനവും പൂർത്തിയായി പുറത്തിറങ്ങി. എന്നിട്ട് അതിൽ തന്നെ പണ്ഡിതന്മാരായവരുണ്ട്. എന്നാൽ അവരെ ഒന്നും മാതൃകയാക്കാതെ ഏതെങ്കിലും വിദേശത്ത് പോയി ഏതെങ്കിലും ഭൗതിക യൂണിവേഴ്സിറ്റികളിൽ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലും രാജാക്കന്മാരെ ഖാദിമായി നിൽക്കുന്നവർ, അല്ലെങ്കിൽ ആകെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇറങ്ങിയതിൽ ഒരാൾക്ക് IAS കിട്ടി, അല്ലെങ്കിൽ ഒരാൾ അതിൻ്റെ അപ്പുറമുള്ളവന്തോ ഉദ്യോഗം കിട്ടി, അവനെ ഹൈലൈറ്റ് ചെയ്ത് അവനെപ്പോലെ ആവാം എന്ന് പരിചയപ്പെടുത്തുന്ന പണ്ഡിത സമൂഹങ്ങളുള്ള ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഇമാം ബുഖാരിയുടെ ഈ ഹദീസ് ലാ ഗിബ്തത ഇല്ലാ ഫി സനതൈൻ എന്ന ഈ ഹദീസ് നാം പരസ്യപ്പെടുത്തി, പരിചയപ്പെടുത്തി, എല്ലാ സ്ഥലത്തും എഴുതി വച്ച് ഇത് നാം ഒരു ഉത്ബോധനത്തിൻ്റെ ഹദീസായി ഉദ്ധരിച്ച് നമ്മുടെ സമൂഹം നന്മയിലേക്ക് തിരിച്ചു വരണം. അതിനു വേണ്ടി ഈ ഹദീസിനെ ഉപയോഗപ്പെടുത്തണമെന്ന് ഈ വേളയിൽ ഞാൻ നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരെ പ്രത്യേകം ഉണർത്തുന്നു. ബാബു മാ ദുകിറ ഫീ ദഹാബി മൂസ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ബഹരി ഇലൽ ഖളിരി അലൈഹിസ്സലാം വഖൗലിഹി തആല ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി അൽ ആയ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ വളരെ തഹ്ഖീഖുള്ള, പരസ്പര ബന്ധമുള്ള ബാബുകൾ തമ്മിൽ അത്രയും ഇണക്കത്തോടു കൂടെയാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കൽ. അതിൽപ്പെട്ടൊരു ബാബാണിത്. തൊട്ട് മുമ്പ് ഇഖ്തിബാത്തായിരുന്നു ബാബ്, അതിനോട് ചാരി പറയുന്ന ബാബാണ്. ബഹുമാനപ്പെട്ട ബാബുമാ ഒരു കാര്യത്തെപ്പറ്റി പറയുന്ന ബാബാണ്. ദുഖിറ പറയപ്പെട്ടിരിക്കുന്നു ആ ഒന്നിനെ ഫീ ദഹാബി മൂസ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മൂസ നബി അലൈഹിസ്സലാം പോയതിൽ പറയപ്പെടുന്ന ഒന്നാണ്. എവിടേക്ക്? ഫിൽ ബഹരി, കടലിൽ കൂടെ പോയി. എവിടേക്ക് പോയി? ഇലൽ ഖളിരി അലൈഹിസ്സലാം, ഖളിർ നബി അലൈഹിസ്സലാമിലേക്ക്. അപ്പോൾ ഖളിർ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് മൂസ നബി അലൈഹിസ്സലാം കടലിൽ കൂടെ പോയി. ആ പോയതിൽ പറയപ്പെട്ട വിഷയങ്ങളെ ബയാൻ ചെയ്യുന്ന ബാബാകുന്നു. വഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ കൗലിനെയും വിശദീകരിക്കുന്ന ബാബാണ്. എന്താണ് അല്ലാഹുവിൻ്റെ കൗല്? ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ അല്ലായ.
അല്ലത്തബിയു കലാന്തു അല്ലമനി എന്ന ആയത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൗലിൽ പറയപ്പെട്ടത്. അല്ലായത്ത ആയത്തിനെ നീ തീർത്തോദിക്കോ. എന്താണ് തൊട്ടു മുമ്പത്തെ ബാബുവായിട്ടുള്ള ബന്ധം? ഒരാൾ എത്ര വലിയവരാണെങ്കിൽ പോലും അവരെക്കാളും വലിയ ഒരാളുണ്ട് എന്ന് കേട്ടാൽ അദ്ദേഹത്തെ അന്വേഷിച്ച് എത്ര കഷ്ടപ്പെട്ടും പോവേണ്ടതുണ്ട്, അദ്ദേഹത്തിൻ്റെ വക്കൽ നിന്ന് അറിവ് ശേഖരിക്കേണ്ടതുണ്ട്, അദ്ദേഹത്തെ പോലെ അറിവുള്ളവരാവാൻ വേണ്ടി ശ്രമിക്കണം. ഇത്തിബാത്ത് പറഞ്ഞാൽ ആ ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഖിദ്ർ നബി അലൈഹി സ്വലാമിൻ്റെയും ഇടയിലുണ്ടായത്. അത്യാവശ്യം നല്ല അറിവുള്ള മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം. അവർ ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞ കാര്യം പഠിക്കാൻ വേണ്ടി ചെന്നിട്ട് പറയുന്നത് ആദ്യം രണ്ടാളും തമ്മിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഹദീസുകൾ വിശദമായി പല സ്ഥലത്തായിട്ട് ബുഖാരിയിൽ വരുന്നുണ്ട്. ബുഖാരിയിൽ ഏകദേശം പല സ്ഥലത്തായിട്ട് 10-12ഓളം സ്ഥലത്ത് ഈ ഹദീസ് ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത്. അതിലെന്ത് വിശദീകരണങ്ങൾ വരുന്നുണ്ട്. അത് രണ്ടാളും പരിചയപ്പെടുന്നുണ്ട്. കണ്ടുമുട്ടിയപ്പോൾ പരിചയപ്പെട്ടു. ഇത് മൂസയാണെന്നും മറ്റത് ഖിദ്റാണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയിൽ എത്തിയതിൻ്റെ ശേഷം മൂസാ നബി പറയാണ്, ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ. നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടതിൽ നിന്ന് അല്പം എനിക്ക് പഠിപ്പിച്ചു തരുന്നതിൻ്റെ മേലിൽ ഞാൻ നിങ്ങളോട് പിൻപറ്റട്ടെയോ, നിങ്ങളോട് ഞാൻ പിൻപറ്റട്ടെയോ? എന്തിന്? നിങ്ങളോടൊക്കെ അള്ളാഹു തആല പഠിപ്പിച്ചു തന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി തരുന്നതിൻ്റെ മേലിലായും കൊണ്ട് ഞാൻ നിങ്ങളെയും പറ്റട്ടെ, അതിന് വേണ്ടിയും പറ്റട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വലിയ ആൾ താഴെ ആളോട് നിങ്ങൾക്ക് ഇരുമനേക്കാളുമുണ്ട്, അതെനിക്ക് പഠിപ്പിച്ചു തരണം, ഞാൻ അതിന് വേണ്ടി നിങ്ങളോട് പിന്തുടരുകയാണ് എന്ന് സമ്മതം ചോദിച്ച് പിന്തുടരുക. അവിടെ വലിയവരെന്നോ ചെറിയവരെന്നോ വലിയവർക്ക് വലിയവരാണെന്നുള്ള ധാരണ ഉണ്ടാവേണ്ടതില്ല. അവിടെ അവരിൽ നിന്ന് അറിവ് സമ്പാദിച്ച് അവരെ പോലെയുള്ള അറിവുകൾ നേടാൻ വേണ്ടി ശ്രമിക്കണം. തന്നെയാണ് ഇത്തിബാത്ത് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇമാം ബുഖാരിയുടെ ബാബ് വല്ലാത്തൊരു ബാബാണ്. എല്ലാ ചരിത്രകാരന്മാരും അധിക മുഫസ്സിരീങ്ങളും ചരിത്രകാരന്മാരും വിശദീകരിച്ചതിൻ്റെ എതിരാണ് ബാബിട്ടിട്ടുള്ളത്. സാധാരണഗതിയിൽ എന്താ പറയല്? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ സേവകൻ യൂസുഫ് അലൈഹിസ്സലാം അവരെയും കൂട്ടി കടലിൻ്റെ കരയിൽ കൂടെ സഞ്ചരിച്ചു. അലാമത്തായി അള്ളാഹു തആല നൽകിയതായ മീനൊരു കൊട്ടയിലിട്ട് അതുമുണ്ട് കൊട്ടയിൽ. അത് പൊരിച്ച വലിയൊരു മീനായിരുന്നു എന്നും അതിൽ നിന്നായിരുന്നു രണ്ടാളും തിന്നിരുന്നത് എന്നും റൊട്ടിയും മീനുമായിരുന്നു ആ കൊട്ടയിലുള്ളത്. ആ മീനും അതുപോലെ തന്നെ മത്സ്യവും ആ റൊട്ടിയും എടുത്ത് അല്പം തിന്നും, ബാക്കി അതിൽ തന്നെ ഉണ്ടാവും. പിന്നെയും ആ കൊട്ടത്തലയിൽ വെച്ച് യൂസുഫ് നബി അലൈഹി സ്വലാം പിന്നിലുണ്ടാവും. അങ്ങനെ രണ്ടാളും പാറപ്പുറത്തെത്തി. ആ പാറപ്പുറത്തെത്തി മൂസാ നബി അലൈഹി സ്വലാം ഉറങ്ങി. മീന് കടലിലേക്ക് ചാടി അത്ഭുതം സൃഷ്ടിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ഉണർന്നതിൻ്റെ ശേഷം കാര്യങ്ങൾ ബോധിപ്പിക്കാമെന്ന് ഫത ഉദ്ദേശിച്ചു. മൂസാ നബി ഉണർന്നു, ഭാണ്ഡമെടുത്ത് അവർ നടന്നു, യാത്ര തുടർന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം അത് പറയാൻ മറന്നുപോയി. കുറേ സഞ്ചരിച്ചു. വളരെ വിഷമം പിടിച്ച ദുർഘടമായ യാത്രയായിരുന്നു. പിന്നീട് മൂസാ നബി അലൈഹി സ്വലാം ഭക്ഷണം ചോദിച്ചു. അപ്പോഴാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിലേക്ക് ഓർമ്മ വരുന്നത്, മീനില്ല, മീൻ ചാടിപ്പോയിട്ടുണ്ട്, റൊട്ടി മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് കാര്യങ്ങൾ ധരിപ്പിക്കുന്നതും അവർ തിരിച്ചു വരുന്നതും. തിരിച്ചു വന്നു, ആ പാറപ്പുറത്തെത്തി. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട
ഖിദർ നബി അലൈഹി സ്വലാമിനെ മൂസാ നബി അലൈഹി സ്വലാം കണ്ടു എന്നാണ് സാധാരണഗതിയിൽ ചരിത്രകാരന്മാർ പറയൽ. അധിക പേരും പറയൽ അങ്ങനെയാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കൊന്ന് വിരൽ ചൂണ്ടാണ്. എന്താ? ബാബുമാ, ഒരു സംഭവത്തെ സ്വീകരിക്കുന്ന ബാബാണ്. ദുഃഖിറ, ആ സംഭവങ്ങളെ പറയപ്പെട്ടിരിക്കുന്നു. എവിടെയുള്ള സംഭവം? ഫീ ദഹാബി മൂസാ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മൂസാ നബി അലൈഹിസ്സലാം. അമ്പിയാക്കളുടെ പേര് കേൾക്കുമ്പം അലൈഹിസ്സലാം എന്നും പറയാം, സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തും സലാമും രണ്ടും ജമ്മ ഇതും പറയാം. ഇവിടെ ഇമാം ബുഖാരി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വലാത്തും സലാമും ചൊല്ലിയിട്ടുണ്ട്. അമ്പിയാക്കൾക്ക് സ്വലാത്തും സലാമും ചൊല്ലാം. എവിടെയാണ് പോയത്? ഫിൽ ബഹരി, കടലിൽ പോയി. ഫിൽ ബഹരി ആ വിഷയം, കടലിൽ പോയി. ഇവിടെ പല ആളുകളും ഇഷ്കാലാക്കിയിട്ടുണ്ട്. മൂസാ നബി ഖളിർ നബി അലൈഹി സ്വലാം, ഖളിർ എന്നും പറയാം, ഖിളിർ എന്നും പറയാം. നമ്മുടെ സാധാരണ ഭാഷയിൽ ജനങ്ങൾ ഉപയോഗിക്കൽ ഖിളിർ നബി എന്നാണ്. എന്നാൽ ഖളിർ നബി എന്നും ഖളിർ എന്നും ലബ്തുണ്ട്, അങ്ങനെയും പറയാം. അങ്ങനെ ഖളിർ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് കടലിൽ കൂടെ മൂസാ നബി അലൈഹി സ്വലാം പോയി. അപ്പോഴുണ്ടായ സംഭവ വികാസങ്ങൾ അത് പറയുന്ന ബാബാണ്. അവിടുത്തെ നിഷ്കാരം എന്താ? ഖളിർ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് മൂസാ നബി കരയിൽ കൂടെ പോയിട്ടല്ലേ ഉള്ളൂ, കടലിലിറങ്ങി യാത്ര ചെയ്തിട്ടില്ലല്ലോ. കടലിൽ കൂടെ പിന്നീട് യാത്ര ചെയ്തത്, കപ്പലിൽ കൂടെ യാത്ര ചെയ്തല്ല, ഖളിർ നബിൻ്റെ കൂടല്ലേ. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ തെഹ്ഖീഖ്, ആ പറയുന്ന ചരിത്രം സാധാരണഗതിയിൽ പലയിടത്തുനിന്നും തോന്നുമെങ്കിലും, ബുഖാരിയുടെ ചില ഹദീസിൽ നിന്ന് പോലും അങ്ങനെ തോന്നുമെങ്കിലും, ആ പാറപ്പുറം ഉണ്ടായിരുന്നു, പാറപ്പുറത്ത് വെച്ച് തന്നെയാണ് കണ്ടത് എന്ന് പറയുമെങ്കിലും, അവിടുത്തെ തെഹ്ഖീഖ് എന്താ? മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മീൻ കടലിലേക്ക് ചാടുകയും ആ കടലിൽ അത് സറബിലുണ്ടാക്കി. സൂറത്തുൽ കഹ്ഫിൽ ആ വിഷയം സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ വഴി അത് സറബുണ്ടാക്കി. സറബ് എന്താ? ഉള്ളിൽ കൂടെയുള്ള ദ്വാരം, മാളമുണ്ടാക്കി. കടലിൽ കൂടെ, ഭൂമിൻ്റെ അടിയിൽ കൂടെ എലികളും പെരിച്ചായികളും ഓട്ട ഉണ്ടാക്കുന്നത് പോലെ മാളമുണ്ടാക്കിക്കൊണ്ടാണ് ആ പോയത്. ആ മാളം അടഞ്ഞില്ല. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ്. മുസ്ലിമിൻ്റെ മുജിയത്തുകൾ, അധിക അമ്പിയാക്കളെയും മുജിയത്ത് നോക്കുമ്പോൾ ഓരോ മുജിയത്തും മറ്റൊരു മുജിയത്തുമായി സാമ്യമുണ്ടാകും അധികവും. ഇപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മുജിയത്ത് എടുത്താൽ തീ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീയിലിട്ടു, തീ തസീർ ചെയ്തില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കത്തി കൊണ്ടറുത്തു, കത്തിയോട് മുറിഞ്ഞില്ല. ഇങ്ങനെ ഒരു തസീറില്ലാത്തിരിക്കുന്ന സ്വഭാവം, ഓരോന്നും ഓരോരു പ്രവർത്തനം നടത്തില്ല എന്ന മാതിരി ഫിർഔനെ തൊട്ട് രക്ഷപ്പെടാൻ മൂസാ നബി അലൈഹി സ്വലാം നൈൽ നദിയിൽ കൂടെ രണ്ട് ഭാഗത്തേക്കും ദ്വാരം പോലെ വലിയ ഗുഹ പോലെ വെള്ളം മാറി നിന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് സഞ്ചരിച്ചു എന്ന മാതിരി ഖിളിർ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് എത്താൻ ഖിളിർ നബി അലൈഹി സ്വലാം ഉള്ളതുണ്ടായത് ഈ പാറപ്പുറത്തല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ എത്തുമ്പോൾ തന്നെ കാണൂലേ. ആ പാറപ്പുറത്ത് നിന്ന് അപ്പുറമുണ്ടായിരുന്നവർ ജസീറയിൽ ഒരു ദ്വീപിലാണ് ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹി സ്വലാം ഉള്ളത്. ആ ദ്വീപിലേക്കുള്ള വഴിയാണ് മീനുണ്ടാക്കി കൊടുത്തത്. അത് കടലിലേക്ക് ചാടി അതങ്ങനെ പോയി ഒരു ഗുഹയുണ്ടാക്കി ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ ചുറ്റുഭാഗവും വെള്ളത്തിൻ്റെ ഉള്ളിൽ യാതൊരു തണലുമില്ലാതെ, ഭിത്തികളില്ലാതെ, വാർപ്പുകളില്ലാതെ വെള്ളം മാറി നിൽക്കുന്ന ഒരു ഗുഹ, ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന ആ ഗുഹയിൽ കൂടെ മൂസാ നബി അലൈഹി സ്വലാമും ഫതയും പോയി. അങ്ങനെ ചെന്ന് ജസീറയിലെത്തി. അവിടെ വെച്ച് മൂസാ നബി ഖിളിർ നബി അലൈഹി സ്വലാമിനെ കണ്ടു. ഇതാണ് സംഭവത്തിൽ യാഥാർത്ഥ്യം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മീൻ അവിടെ ഗുഹ ഉണ്ടാക്കിയത്? രണ്ടാകും പോകാനല്ലെങ്കിൽ എന്താ അത്ഭുതമുള്ളത്? അപ്പോൾ പോകാൻ വേണ്ടി ഉണ്ടാക്കിയതായ ഗുഹ അത് മീനുണ്ടാക്കി കൊടുത്തതാണ്, ഹൂത്തുണ്ടാക്കി കൊടുത്തതാണ്. ആ ഗുഹയിൽ കൂടെ സഞ്ചരിച്ചപ്പോഴാണ് ഖിളിർ നബിനെ കണ്ടത്.
ഇതാണ് ഇമാം ബുഖാരി ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാബു മാ ദുഖിറ ഫീ ദഹാബി മൂസ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ബഹർ, കടലിൽ കൂടെ സഞ്ചരിച്ചു. ഇൽ ഖദിരി, ഖദിർ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക്. എന്നിട്ടുണ്ടായ കുറേ വാക്യത്തുകളുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങൾ വിശ്വസിക്കുന്ന ബാബാണ്. അതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൗൽ വഹൽ അത്തബിയുക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ, ഈ ആയത്തിനെയും വിശദീകരിക്കുന്ന ബാബ് രണ്ടോട് വളരെ വിശദമായി അടുത്ത ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وبه قال الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه. حدثنا الحميدي قال حدثنا سفيان قال حدثني إسماعيل بن أبي خالد على غير ما حدثناه الزهري قال سمعت قيس بن أبي حازم قال سمعت عبد الله بن مسعود رضي الله عنه وعنهم أنه قال قال النبي صلى الله عليه وسلم لا حسد إلا في اثنتين رجل آتاه الله مالا فسلط على هلكته في الحق ورجل آتاه الله الحكمة فهو يقضي بها ويعلمها. ബഹുമാന്യരെ, ഈ ഹദീസിൻ്റെ സനദ് ബാബ് ചെറിയ ഒരു വ്യാഖ്യാനം നാം മുമ്പ് നടത്തിയതാണ്. അതിൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ അനുഗ്രഹം, ആ അനുഗ്രഹം അവനിക്ക് നീങ്ങിപ്പോവാതെ അവനിൽ അതും അതിൽ കൂടുതലും ഉണ്ടാവാൻ ആഗ്രഹിക്കലോട് കൂടെ തനിക്കും അതുപോലെയുള്ള അനുഗ്രഹം ഉണ്ടാവലിനെ ആഗ്രഹിക്കലിനേക്കാണ് ഇബ്തത്ത് എന്ന് പറയുന്നത്. അതാണ് ഇഖ്തിബാത്ത്. അത് രണ്ട് വിഷയത്തിലേ ഉള്ളൂ എന്നാണ് ഈ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ പറ്റിയുള്ള ശർഈയായ ഉലൂമു മഅരിഫത്തുകൾ നൽകപ്പെട്ട ഒരാൾ, അദ്ദേഹം അതനുസരിച്ച് അമൽ ചെയ്യുന്നു. അതുകൊണ്ട് ജനങ്ങളുടെ അടുക്കൽ അത് പ്രചരിപ്പിക്കുന്നു, ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ പോലെ ആവാൻ വേണ്ടി ആഗ്രഹിക്കുക. രണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഹലാലായ സമ്പാദ്യം ധാരാളം നൽകി, അതിനെ മുഴുവൻ അല്ലാഹുവിൻ്റെ പ്രീതിയിലായി ചെലവഴിക്കുക. ഫസുല്ലിത അലാ ഹലകതിഹി, അതിനെ മുഴുവൻ ഇല്ലാതെയാക്കുക, അതാണ് ഹലാക്കാക്കുക. അതിൻ്റെ മേൽ ഇവനെ ഏൽപ്പിക്കപ്പെട്ടു. അവൻ അത് ഒന്നും തന്നെ അവനിക്ക് വേണ്ടി എടുത്തു വെക്കുന്നില്ല. എല്ലാം ആവശ്യമുള്ളോടത്ത് വേണ്ടതുപോലെ ചെലവഴിക്കുന്നു. അവനെപ്പോലെയും ആവാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇത് ഇതാണ് രണ്ട് വിഷയം. ഇതല്ലാത്ത മറ്റു വിഷയത്തിൽ ഇന്ന് നമ്മുടെ ജനങ്ങൾ, മുസ്ലിമീങ്ങളാണെങ്കിലും അല്ലാത്തവരും, പണം ലഭിക്കുന്ന എന്ത് പ്രത്യേകത ആർക്കുണ്ടോ അവരെപ്പോലെ ആകാൻ വേണ്ടി മത്സരം കാട്ടുന്ന ഒരു യുഗത്തിലാണ് നാം ഉള്ളത്. ഒരാൾ അസന്മാർഗമികമായ ഒരു മാർഗത്തിൽ, ഒരു ജോലിയിൽ ഉയർന്നവനാണെങ്കിൽ, കേളിയുള്ളവനാണെങ്കിൽ അവനെപ്പോലെ ആവാൻ വേണ്ടി ശ്രമിക്കുകയും അവൻ്റെ വേഷം ധരിക്കുകയും അവൻ്റെ പേര് എഴുതിയ ഡ്രസ്സുകൾ ഇവൻ്റെ ശരീരത്തിൽ ധരിക്കുന്നു.
അതിൽ ഏറ്റവും വലിയ ചെയ്യുന്ന തമ്മാടിത്തരമാണ്, ദുൽമാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ ഫോട്ടോ വെച്ച് അവരുടെ പേരെഴുതി നിസ്കാരയുടെ കുപ്പായമിട്ട് ആ പേരെഴുതി കുപ്പായമിട്ടിട്ട് നിസ്കാരത്തിൽ ഒന്നാം സൊഫിലോ അതിന് തൊട്ടടുത്ത സൊഫിലോ ഒന്ന് നിൽക്കും. ബാക്കിലുള്ള ആളുകൾ മുഴുവനും നിസ്കാരത്തിൽ ഈ ബോർഡ് കണ്ട് വായിക്കണം. എല്ലാവരെയും ഫിത്നയാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെ, അല്ലെങ്കിൽ ലക്ഷ്യമില്ലെങ്കിലും അവൻ്റെ പൊട്ടത്തരം കാരണം അങ്ങനെ വന്നു വരും മറ്റുള്ളവരെല്ലാം ഈ ഫിത്നയിൽ. വെറുതെ നിസ്കാരത്തിൽ അവരുടെ മനസ്സിലേക്ക് ഈ തമ്മാടിയുടെ ഫോട്ടോ വരും, തമ്മാടിയുടെ പേര് വായിക്കേണ്ടി വരും. അതൊന്നും ഇസ്ലാം അനുവദിച്ചതല്ല. ലാ ഇബ്തത, അവനെപ്പോലെ ആവാനോ അവൻ്റെ അടുത്തെത്താനോ ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെയുള്ള വേഷങ്ങൾ, അങ്ങനെയുള്ള അനുകരണങ്ങൾ ഒരു കാരണവശാലും അനുവദനീയമല്ല. അത് പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഐനി പറയുന്നു, അതുപോലെ തന്നെ ഫത്ഹുൽ ബാരിയിലും അത് 203 വൽ ഹസദു അലാ സലാസതി അദ്റുബിൻ, ഈ മറ്റൊരാളെപ്പോലെ അവനെ ആഗ്രഹിക്കൽ മൂന്ന് രൂപത്തിലാണുള്ളത്. ഒന്ന് മുഹറമുൻ, ഹറാമാക്കപ്പെട്ടത്, വ മുബാഹുൻ, ഹലാലാക്കപ്പെട്ടത്, വ മഹ്മൂദുൻ, സ്തുതിക്കപ്പെട്ടതും സുന്നത്താക്കപ്പെട്ടതും. ഇങ്ങനെ 3 രീതിയിലുണ്ട്. ഫൽ മുഹറമു തമന്നി സവാലിൻ നിഅമത്തിൽ മഹ്സൂദി അലൈഹാ അൻ സാഹിബിഹാ വന്തിഖാലിഹാ ഇലൽ ഹാസിദി. ഹറാമാക്കപ്പെട്ടത് അതാണ്. മഹ്സൂദ് അലൈഹിൻ്റെ നിഅമത്തുകൾ നീങ്ങിപ്പോവലിന് ആഗ്രഹിക്കലോട് കൂടെ അത് തനിക്കുണ്ടാവലിന് ആഗ്രഹിക്കുക. അത് നമ്മൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു ഒന്നാണ്. അതിൽപ്പെട്ട് തന്നെയാണ് ഇത് രണ്ടുമല്ലാത്ത കാര്യങ്ങൾ. പറയട്ടെ, വമ്മൽ ഖിസ്മാനിൽ അഖീറാനി ഫഇബ്തത്തുൻ, അനിബ്തത്ത് എന്നാ പറയാ. وهو أن يتمنى ما يراه من خير بأحد أن يكون له مثله فإن كانت في أمور الدنيا فمباح. അള്ളാഹു അംഗീകരിച്ച ഹലാലാക്കിയതായ ഒരു കാര്യം ഒരാൾക്കുണ്ടാവുകയും അവനിൽ നിന്ന് അത് നീങ്ങിപ്പോവാതെ സ്വയം ഉണ്ടാവലിനെ ആഗ്രഹിക്കുകയും ചെയ്ത് ദുന്യവിയായ വിഷയത്തിലാണെങ്കിൽ അത് മുബാഹാണ്. ഒരാൾ ഭൗതിക വിഷയത്തിൽ പഠിച്ചു, ശാസ്ത്രജ്ഞനായി, IAS ഉദ്യോഗസ്ഥനായി, എന്നാൽ അവൻ്റെ മാതിരിയാവണം. അല്ലെങ്കിൽ ഒരാൾ മന്ത്രിയായി ശരിക്ക് ഭരിക്കുന്നുണ്ട്. അങ്ങനെ ദുന്യവിയായ വിഷയത്തിൽ ഒരാൾ ഉയർന്നു കണ്ടു, എന്നാൽ അവനെപ്പോലെ ആവണം, എൻ്റെ കുട്ടിയും അതുപോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്നത് നല്ല കാര്യം, മുബാഹാണ്, കുഴപ്പമില്ലാത്ത വിഷയമാണ്. അവനിലുള്ള കാര്യങ്ങൾ നീങ്ങിപ്പോവാതെ ഇവനിലേക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് സൽക്കർമ്മങ്ങളിൽപ്പെട്ടതാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ഇൽമുമല്ല മുതലുമല്ല, അതാണെങ്കിൽ വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. ഇൽമുമല്ല അമലുമല്ലാത്ത ഒരാൾ നല്ല ആബിദാണ്, ഒരാൾ നല്ല പ്രാസംഗികനാണ്, ഒരാൾ നല്ല രൂപത്തിലുള്ള ആളാണ്, ഒരാൾ നല്ല ജനങ്ങളിലേക്ക് ഒത്താശ ചെയ്യുന്ന പ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഒരാൾ നല്ല ഡോക്ടറാണ്, അതുപോലെ എന്തൊക്കെ ഉയർന്ന നല്ല നല്ല കാര്യങ്ങളിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലെ ഇവനിക്കും ഉണ്ടാവലിന് ആഗ്രഹിക്കൽ നല്ല കാര്യം തന്നെയാണ്, അനുകരിക്കാം. അതൊന്നുമല്ലാത്ത അള്ളാഹും റസൂലും വെറുത്തതായ കാര്യങ്ങളിൽ അവരെപ്പോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് കടുത്ത ഹറാമാണ്. ഖാലൻ നവവിയ്യു അൽ-അവ്വലു ഹറാമുൻ ബിൽ ഇജ്മാ, മറ്റൊരാൾക്ക് നൽകപ്പെട്ട അനുഗ്രഹം നീങ്ങിപ്പോവലിന് ആഗ്രഹിച്ചു, സ്വന്തമുണ്ടാവലിന് ആഗ്രഹിക്കൽ അത് ഹറാമാണ് ഇജ്മാ കൊണ്ട്. ഇമാം നബി പറഞ്ഞു, വഖാല ബഅദുൽ ഫുളലാ إلا أنعم الله تعالى على أخيك نعمة فكرهتها وأحببت زوالها فهو حرام بكل حال. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിന്റെ സഹോദരനിക്ക് അനുഗ്രഹം ചെയ്തു. നീ എൻ്റെ മനസ്സിലേക്ക് അവനിക്ക് അനുഗ്രഹം കിട്ടിയപ്പോൾ വല്ലാത്തൊരു വെറുപ്പ് തോന്നി. അത് നീങ്ങിപ്പോവണമെന്ന് നീ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ചിന്തിച്ചാലും അത് ഹറാമാണ്. അതിനാണ് അസൂയ എന്ന് പറയാ. ഇജാ ശ്രദ്ധിക്കണ്ടേ, ഇല്ലാ നിഅമതൻ അസ്വാബഹാ കാഫിറുൻ,
ഔ ഫാജിറുൻ ഔ മൻ യസ്തഈനു ബിഹാ അലാ ഫിത്നത്തിൻ ഔ ഫസാദ്. ഒരു നിഅമത്ത്, ആ നിഅമത്ത് ലഭിച്ചത് കാഫിറിനിക്കോ തമ്മാടിക്കോ അല്ലെങ്കിൽ അതുകൊണ്ട് ഫിത്നയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഫസാദോ ഉണ്ടാക്കുന്ന ആളുകൾക്കാണ്. അങ്ങനെ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ അല്ലാഹു തആല അനുഗ്രഹം ചെയ്തു. ആ അനുഗ്രഹം കൊണ്ട് അവൻ അതിക്രമം കാട്ടുകയാണ്. അത് കപാസിക്കാരും വേണ്ടില്ല, അത് ഫാജിറായാലും വേണ്ടിയില്ല, അത് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട മറ്റുള്ളവരായാലും വേണ്ടില്ല. അവൻ്റെ അനുഗ്രഹം മറ്റുള്ളവരെ എതിർക്കാനാണ്. അങ്ങനെയുള്ള അനുഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വൈര്യം കെടുത്താനാണ്. അവനിക്ക് അല്ലാഹു ഒരു വണ്ടി നൽകി, അനുഗ്രഹമാണ്. ആ വണ്ടി കൊണ്ട് അതിൻ്റെ ശബ്ദങ്ങൾ ഉയർത്തി, അതിൻ്റെ സൈനൈസർ ഊരി വച്ച്, എന്നിട്ട് റോട്ടിൽ കൂടെ നട്ടപ്പാതിരാക്ക് വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി അതിന്മേൽ നടക്കുമ്പോൾ അത് നശിച്ചു പോവാൻ വേണ്ടി കരുതുന്നത് ദോഷമല്ല. അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഉപദ്രവമായി അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ പെരുമാറുന്നവർ ആര് തന്നെയാണെങ്കിലും അത് നീങ്ങിപ്പോവണമെന്ന് ആഗ്രഹിക്കാം. വേണമെങ്കിൽ അങ്ങനെയുള്ള അനുഗ്രഹങ്ങളെ എടുത്തു കളയാൻ നിയമ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അത് സ്വീകരിക്കുകയും ചെയ്യാം. അത് അസൂയൻ്റെ ഭാഗമല്ല, അത് ളുൽമിനെ തടുക്കലാണത്. മഹാന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അനുഗ്രഹങ്ങളെ പറ്റിയാണ്. ഇസ്ലാം അനുഗ്രഹമായി എണ്ണിയതിനെ അനുഗ്രഹമായി എണ്ണിയതല്ലാത്ത ഭൗതിക കാര്യങ്ങൾ ഇന്ന് പലതുമുണ്ട്. പല കളിക്കാരുമുണ്ട്, പല സിനിമാ നടന്മാരുമുണ്ട്, പല പാട്ടുകാരുമുണ്ട്, പല കളുടിയന്മാരുമുണ്ട്. അവരോടെല്ലാം ജനപ്രിയരാണ് അവരെന്ന് പറഞ്ഞ് അവരുടെ വേഷം കെട്ടലും അവരുടെ പോലെ ആവാൻ ആഗ്രഹിക്കലും അവരുടെ മാതിരി മുടിവെട്ടലും അവരുടെ വേഷങ്ങൾ ധരിക്കലും അവരുടെ വേൽ ചായം പുരട്ടലുമെല്ലാം അതെല്ലാം കടുത്ത ഹറാമാണ്. ഈ പറഞ്ഞ ഒന്നിനും പെട്ടതല്ലാതെ വളരെ ശ്രദ്ധിച്ച് ജീവിച്ചു പോവേണ്ടതാണ്. ബഹുമാനപ്പെട്ട